നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെറ്റ്വർക്ക് ചാനൽ വാർത്താ ഫലം കണ്ടു. ചെറുപുഴ പെരിങ്ങോം റോഡിൽ മെക്കാഡം ടാറിംഗ് പ്രവർത്തനം 28-ന് ആരംഭിക്കും. പയ്യന്നൂർ സ്പോർട്സ് ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ കായിക പ്രതിഭാ പുരസ്കാരത്തിന് ഒളിമ്പ്യൻ ഒ.പി. ജയ്ഷ അർഹയായി. കായിക രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. തുലാപ്പത്ത് പിറന്നു, ചിലമ്പൊലി ഉണർന്നു. ഉത്തര മലബാറിൽ ഇനി കളിയാട്ടക്കാലം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കമ്മാളി ക്വാറിയെ എതിർത്തും അനുകൂലിച്ചും നാട്ടുകാർ. പ്രശ്നത്തിൽ ഒക്ടോബർ 30-ന് പ്രത്യേക ഗ്രാമസഭ. തീവ്രവാദ ബന്ധം ആരോപിച്ച് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ മാർച്ച്. നെറ്റ്വർക്ക് ചാനൽ വാർത്ത ഫലം കണ്ടു. ചെറുപുഴ പെരിങ്ങോം റോഡിൽ മെക്കാഡം ടാറിംഗ് പ്രവർത്തനം 28-ന് ആരംഭിക്കും. റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് നിരന്തരമായി ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങൾക്കു പിന്നാലെയാണ് ഈ നടപടി. ഏറെക്കാലത്തെ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ശേഷമാണ് വെള്ളൂർ പെരിങ്ങോം ചെറുപുഴ റോഡിൽ മെക്കാഡം ടാറിംഗ് നടത്താൻ ടെൻഡർ നടപടികൾ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. 17.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റിലാണ് നിലവിൽ ടെൻഡർ നടപടികൾ അംഗീകരിച്ചത്. ഘട്ടം ഘട്ടമായാണ് റോഡിൽ മെക്കാഡം ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. ആദ്യഘട്ടമെന്ന നിലയിൽ പെരിങ്ങോം മുതൽ ചെറുപുഴ വരെയുള്ള ഭാഗം മെക്കാഡം ടാറിംഗ് നടത്തും. ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം ഈ മാസം 28-ന് നടക്കും. 28-ന് വൈകുന്നേരം 4 മണിക്ക് പെരിങ്ങോത്ത് സി. കൃഷ്ണൻ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. മൊയ്തീൻകുട്ടി ഹാജി ചട്ടഞ്ചാലാണ് പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടായിട്ടും റോഡ് തകർന്നു കിടക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തന്നെ വഴിവെച്ചിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ഏവരും ആവശ്യപ്പെട്ട വിഷയം കൂടിയായിരുന്നു ഇത്. യാത്ര തീർത്തും ദുഷ്കരമായ റോഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഗൗരവത്തോടെ തന്നെ വിഷയത്തെ നിരവധി തവണ സമീപിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ രണ്ടാം ഘട്ടത്തിന്റെയും നിർമ്മാണ പ്രവർത്തികൾ അധികം വെച്ച് താമസിപ്പിക്കാതെ തുടങ്ങണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പയ്യന്നൂർ സ്പോർട്സ് ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ കായിക പ്രതിഭാ പുരസ്കാരത്തിന് ഒളിമ്പ്യൻ ഒ.പി. ജയ്ഷ അർഹയായി. കായിക രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. പുരസ്കാര വിതരണവും ടി ഗോവിന്ദൻ അനുസ്മരണവും ഒക്ടോബർ 29-ന് നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ വോളിബോൾ താരമായിട്ടുള്ള ടോം ജോസഫിനാണ് ആദ്യത്തെ ടി ഗോവിന്ദൻ പുരസ്കാരം സമർപ്പിച്ചത്. രണ്ടാമത്തെ പുരസ്കാരം നമ്മളതിൻ്റെ പരിഗണന, അതിൻ്റെ സ്വഭാവം മാറ്റുകയും വിപുലമായ തലത്തിൽ കായിക പരിശീലനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള കായിക അധ്യാപകർക്ക് നൽകണം എന്ന് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ അവാർഡ് കഴിഞ്ഞ തവണ നമ്മൾ നൽകിയത് പ്രൊഫസർ ദേവസ്യ മാഷിനാണ്. ഒക്ടോബർ 29 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് A.K. കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര സമർപ്പണവും E.P. ജയരാജൻ MLA നിർവഹിക്കും. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് T.I. മധുസൂദനൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O.K. ബിനീഷ്, M.K. രാജൻ, K.P. ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ സംസാരിക്കും. ചടങ്ങിന്റെ ഭാഗമായി അസോസിയേഷന്റെ മുതിർന്ന സ്ഥാപക മെമ്പർമാരായ K. ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, K.P. പോക്കൻ എന്നിവരെയും ആദരിക്കും. പയ്യന്നൂർ മുത്തത്തിയിലെ പകൽവീട്ടിൽ അംഗങ്ങളോടൊപ്പമുള്ള സൗഹൃദ കൂട്ടായ്മയും ഒക്ടോബർ 29-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി T.I. മധുസൂദനൻ, V. ശങ്കരൻ മാസ്റ്റർ, ദേവസ്യ മാസ്റ്റർ, P.V. ഗംഗാധരൻ, K.U. രാധാകൃഷ്ണൻ, മുരളീകുമാർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പുഴ ശുചീകരണ പരിപാടിയിൽ പെരുമ്പാപ്പുഴയിൽ നിന്നും ലഭിച്ച മാലിന്യം പുഴയോരത്ത് നീക്കം ചെയ്യാതെ കിടക്കുന്നു. ഇതുമൂലമുണ്ടായ ദുർഗന്ധവും ഈച്ചശല്യവും പരിസരവാസികൾക്ക് ദുരിതമാവുന്നു. ദിവസങ്ങൾക്ക് മുൻപ് TV രാജേഷ് MLAയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പരിപാടി നടന്നത്.
MLA-മാരായ TV രാജേഷിന്റെയും C കൃഷ്ണന്റെയും കണ്ണൂർ ജില്ലാ കളക്ടർ മീർ മുഹമ്മദിന്റെയും നേതൃത്വത്തിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് പെരുമ്പപ്പുഴയിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ശുചീകരണ പരിപാടി നടത്തിയിരുന്നത്. കൊട്ടിക്കോഴ്ചി നടത്തിയ പരിപാടിയിൽ നാട്ടുകാരും വിദ്യാർത്ഥികളും അടക്കം പങ്കെടുത്ത് വലിയ കൂട്ടായ്മയിലൂടെയാണ് ശുചീകരണം നടന്നത്. പുഴയിലൂടെ സഞ്ചരിച്ച് ശേഖരിച്ച മാലിന്യം പെരുമ്പപ്പുഴയോരത്തും പാലത്തിന് സമീപത്തായും റോഡിന് വശങ്ങളിലായും കുന്നുകൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവ നീക്കം ചെയ്യുവാനോ ആരും തയ്യാറായില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും അടങ്ങുന്ന ചാക്കുകളും കാക്കയും മറ്റും കൊത്തിവലിച്ച് റോഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ദുർഗന്ധം നിമിത്തം കാൽനട യാത്രികർക്കും പരിസരവാസികൾക്കും ദുരിതം വിതച്ചിരിക്കുകയാണ്. പുഴയിൽ നിന്നും ലഭിച്ച മാലിന്യം കരയിലും പ്രശ്നമാകുമ്പോൾ അധികൃതർ മൗനം പാലിക്കുകയാണ്. പുഴയിലെ മാലിന്യം കരയിലെത്തിക്കാൻ വലിയ കൂട്ടായ്മയുണ്ടായി. ഇനി കരയിൽ നിന്നും മാറ്റാൻ മറ്റൊരു പരിപാടി വേണ്ടിവരുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ടെൻഡർ നടപടി പൂർത്തിയായിട്ടും ഏഴോം മുട്ടുകണ്ടി റോഡ് രണ്ടാംഘട്ട പ്രവൃത്തി ആരംഭിച്ചില്ല. 23 ലക്ഷം രൂപയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ചിട്ടുള്ളത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഏഴോം മുട്ടുകണ്ടി റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ ഇതുവഴി സർവീസ് നടത്തുന്നില്ല. ഏറെക്കാലമായി റോഡിന്റെ ദുരവസ്ഥ നാട്ടുകാരെ ദുരിതത്തിലാഴ്ത്തുന്നു. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമായിരുന്നു. ഇപ്പോൾ പൊടിശല്യം രൂക്ഷമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ടെൻഡർ നടപടി ഉൾപ്പെടെ പൂർത്തിയായി എന്നാണ് മറുപടി. റോഡ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നത് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. കൊല്ലം കുറേയായി ഇവരെടുക്കുന്നൊന്നുമില്ല. നമ്മളെ സ്ഥിതി ഇങ്ങനെയാണ്. വണ്ടി ഇതൊന്നും നമുക്ക് വരുന്നില്ല. ഒരാൾ എന്തെങ്കിലും രോഗമായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വണ്ടിയും വരുന്നില്ല. ഇപ്പം എടുത്ത റോഡ് തന്നെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞെല്ലാം പോയി. MLA ഫണ്ടെന്നോ ആടുന്ന ഇടുന്നെല്ലാം പൈസ വരുന്നുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ ഇതുവരെ ഒരു പണിയും എടുത്തിട്ടില്ല. റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗികളെ കൊണ്ടുപോകാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഓട്ടോറിക്ഷയോ ഒന്നോ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ മുക്കുന്ന് ഇങ്ങോട്ട് ഒരു വണ്ടിയും ഇങ്ങോട്ട് വരുന്നില്ല. വളരെ ദയനീയ അവസ്ഥയാണ്. TV രാജേഷ് MLA-യുടെ ഇടപെടലാണ് റോഡിന് ഫണ്ട് അനുവദിക്കാൻ ഇടയാക്കിയത്. പഴയങ്ങാടി മുതൽ മുട്ടുകണ്ടി വരെ 30 ലക്ഷം രൂപയും മുട്ടുകണ്ടി മുതൽ ഏഴോം വരെ 23 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഇതിൽ ഒന്നാംഘട്ട പ്രവൃത്തി ഏകദേശം പൂർത്തിയായി. രണ്ടാംഘട്ട പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തുലാപ്പത്ത് പിറന്നു, ചിലമ്പുലി ഉണർന്നു. കാറമേൽ പാടിയിൽ കോട്ടം അഴീക്കോടൻ ഗുരുനാഥൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം അരങ്ങിലെത്തിയ കരിഞ്ചാമുണ്ടി തെയ്യത്തെ ദർശിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഉത്തരമലബാറിൽ മറ്റൊരു കളിയാട്ടക്കാലത്തിന് കൂടി തുടക്കമായി. ഇടവപ്പാതിയോടെ മിഴിയടച്ച കളിയാട്ടക്കാവുകളും തിരുമുറ്റങ്ങളും ഇനി ശബ്ദമുഖരിതമാകും. തുലാം 1-ന് തന്നെ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്താറുണ്ടെങ്കിലും തുലാപ്പത്തോടെയാണ് കളിയാട്ടക്കാലം സജീവമാകുന്നത്. ഉത്തര കേരളത്തിൽ തന്നെ കരിഞ്ചാമുണ്ടി തെയ്യം പകൽ സമയത്ത് കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാറമേൽ പാടിയിൽ കോട്ടം അഴീക്കോടൻ ഗുരുനാഥൻ ദേവസ്ഥാനം. നട്ടുച്ച നേരത്താണ് ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി അരങ്ങിലെത്തുന്നത്. ബുധനാഴ്ച ഉച്ചയോടെ അരങ്ങിലെത്തിയ കരിഞ്ചാമുണ്ടിയെ തെയ്യത്തെ ദർശിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. 2 ദിനങ്ങളായി നടന്ന കളിയാട്ടത്തിൽ വിഷ്ണുമൂർത്തി ഉൾപ്പെടെ വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കമ്മാളി ക്വാറിയെ എതിർത്തും അനുകൂലിച്ചും നാട്ടുകാർ. പ്രശ്നത്തിൽ ഒക്ടോബർ 30-ന് പ്രത്യേക ഗ്രാമസഭ ചേരും. നേരത്തെ ഗ്രാമസഭ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ക്വാറിയുടെയും ക്രഷിന്റെയും പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന പ്രദേശവാസികളായ 150-ലേറെ ആളുകളുടെ ആവശ്യത്തെ തുടർന്നാണ് പ്രത്യേക ഗ്രാമസഭ ചേരുന്നത്. അമിതമായ വെടിമരുന്ന് ഉപയോഗം ക്യാൻസറിനും പൊടി അലർജിക്കും ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകുന്നതായും ക്വാറിയെ എതിർക്കുന്നവർ പറയുന്നു. ഇതിനു പുറമെ ജലക്ഷാമത്തിനും ഉരുൾപൊട്ടലിനും മലമടക്കുകളിൽ നിന്നും പാറകൾ ഉരുണ്ടിറങ്ങാനും ചിലപ്പോൾ ഭൂചലനത്തിനു പോലും സാധ്യതയുണ്ടെന്നാണ് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണിത്. ഈ വിഷയത്തിൽ സാധാരണ ജനങ്ങളുടെ അറിവില്ലായ്മ മുതലെടുക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുവരുന്നതെന്നും ഇക്കൂട്ടർ പറയുന്നു. എന്നാൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മെറ്റൽ ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണെന്നും ക്വാറിയെയും ക്രഷിനെയും അനുകൂലിക്കുന്നവർ പറയുന്നു. മെറ്റൽ ലഭിക്കാത്തതിനാൽ പൊതുമരാമത്ത് പ്രവൃത്തികൾ മുടങ്ങിയിരിക്കുകയാണ്.
മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മറ്റും അനുമതിയോടെ ക്രഷും ക്വാറിയും പ്രവർത്തിപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മുൻപ് അനുമതി നൽകിയിരുന്നു. ഇതിനു പുറമെ ജിയോളജി വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, എക്സ്പ്ലോസിറ്റ് വിഭാഗം തുടങ്ങിയവയുടെ അനുമതിയോടെയാണ് ക്വാറി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിനു പുറമെ വായു, ജലമലിനീകരണം ഉണ്ടാകുന്നുമില്ല. 9ാം വാർഡിലുള്ളവർക്ക് പുറമെ പരിസരവാസികളായ ഒട്ടേറെ പേർ നേരിട്ടുമല്ലാതെയും തൊഴിൽ ലഭിക്കുന്നതായും ക്വാറിയെ അനുകൂലിക്കുന്നവർ എടുത്തു പറയുന്നു. നേരത്തെ പ്രവർത്തിച്ചു വന്ന ക്വാറിയുടെയും ക്രഷിന്റെയും പ്രവർത്തനാനുമതി ഗ്രാമസഭാ തീരുമാനത്തെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി പിൻവലിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കുറച്ചു മാസങ്ങളായി ക്വാറിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ക്വാറിക്കും ക്രഷിനും എതിരായ ശക്തമായ പ്രചരണവുമായി ഒരു വിഭാഗവും അനുകൂലമായ മറ്റൊരു വിഭാഗവും രംഗത്തിറങ്ങിയതോടെ 30-ന് നടക്കുന്ന പ്രത്യേക ഗ്രാമസഭ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇരുവിഭാഗവും തങ്ങളുടെ വാദഗതിയുമായി വീട് സന്ദർശനവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഹൈടെക് യുഗത്തിലേക്ക് KSEBയും ഇനി മുതൽ വൈദ്യുതി പോകുന്നതും വരുന്നതുമെല്ലാം SMS വഴി അറിയാം. ബില്ലിംഗ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഫോൺ മുഖേന നേരിട്ടെത്തിക്കാനുള്ള പദ്ധതിക്ക് KSEB തുടക്കം കുറിക്കുന്നു. ഉപഭോക്താക്കളുടെ നിരന്തരമായ പരാതികൾക്ക് ഇതുവഴിയെങ്കിലും പരിഹാരം കാണാനാകുമെന്ന വിശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥർ. അങ്ങനെ ഒടുവിൽ KSEBയും ഹൈടെക് ആകുന്നു. കാറ്റ് വരുന്നുണ്ടെന്ന് കേട്ടാൽ പോലും ഓടി ഒളിക്കുന്ന വൈദ്യുതി എന്നൊക്കെ നാട്ടുംപുറത്തുകാർ കളിയാക്കുമായിരുന്നു. പോയാൽ എപ്പോൾ വരുമെന്ന് പോലും ഉറപ്പില്ല. പിന്നെ ഓഫീസിലേക്കുള്ള ഫോൺ പ്രവാഹമാണ്. ഫോൺ എടുത്താലും എടുത്തില്ലെങ്കിലും ചീത്തവിളി ഉറപ്പ്. ഈ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കൂടിയാണ് വൈദ്യുതി വകുപ്പും ആധുനികതയിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത്. കറണ്ട് പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും ഇനി SMS മുഖേന നമ്മുടെ മൊബൈലിലെത്തും. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും അതാത് KSEB ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. വിവരങ്ങളൊക്കെ സമയാസമയം കയ്യിലെത്തും. കറണ്ട് പോയാൽ തന്നെ എപ്പോൾ വരുമെന്ന് നോക്കി ഇരിക്കുകയും വേണ്ട. ബില്ലടയ്ക്കേണ്ട തീയതിയെക്കുറിച്ചും പലർക്കും സംശയങ്ങൾ കാണാം. പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ ബിൽ തീയതിയും SMS മുഖേന ഫോണിലെത്തും. എന്തെങ്കിലും നികുതി ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതും മുൻകൂട്ടി സന്ദേശം അയക്കാനും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയെങ്കിലും നിരവധി കാലത്തെ പഴി കേൾക്കലിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന വിശ്വാസത്തിലാണ് KSEB ഉദ്യോഗസ്ഥർ. INL നേതാവ് VNP അബ്ദുൾ റഹ്മാന്റെ വേർപാടിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തൃക്കരിപ്പൂർ ടൗണിൽ മൗനജാഥയും അനുശോചന യോഗവും നടന്നു. മതേതരവാദിയും മതവിശ്വാസിയുമായിരുന്നു VNP എന്ന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ്ചന്ദ്രൻ അനുശോചന യോഗത്തിൽ പറഞ്ഞു. മതേതര രാഷ്ട്രീയത്തെ അതിന്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ തന്നെ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. അതാണ് അദ്ദേഹം സംഘടിപ്പിച്ച ചിത്രപ്രദർശനങ്ങളുണ്ടല്ലോ. സാമ്രാജ്യത്വ വിരുദ്ധ ആശയങ്ങളുള്ള ആഭിമുഖ്യം. ഏറ്റവും ഉറച്ച മതവിശ്വാസി ആയിരിക്കും തന്നെ എങ്ങനെ ഒരു മതവിശ്വാസിക്ക് ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹം INL തന്നെ വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. INL കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. MTP അബ്ദുൽ ഖാദർ, വിവിധ രാഷ്ട്രീയ നേതാക്കളായ VK ബാവ, C രവി, P കോരൻ മാസ്റ്റർ, മനോഹരൻ കുവാരത്ത്, M ഗംഗാധരൻ, C ബാലൻ, KV ലക്ഷ്മണൻ, KV ജനാർദ്ദനൻ, MP കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ KSRTC ഡിപ്പോ പ്രശ്ന പരിഹാരത്തിന് യോഗം വിളിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. C കൃഷ്ണൻ ഉൾപ്പെടെയുള്ള MLA-മാരുടെ സംഘം നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിയമസഭാ സമ്മേളനകാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് KSRTC MD, ഓപ്പറേറ്റിംഗ് ഡയറക്ടർ, ഡിപ്പോ ATO തുടങ്ങിയ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി MLA-മാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്നാണ് മന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത്. യോഗം നവംബർ 4-ന് മന്ത്രിയുടെ ചേംബറിൽ നടത്താനും ധാരണയായിട്ടുണ്ട്. ഡിപ്പോയിൽ കാലപ്പഴക്കം മൂലം ഒഴിവാക്കിയ ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ അനുവദിക്കണമെന്നും ജീവനക്കാരുടെ കുറവുകൾ നികത്തണമെന്നും സ്പെയർ പാർട്സുകൾ യഥാസമയം നൽകണമെന്നും പുതിയ സർവീസുകൾ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് MLA-മാരായ C കൃഷ്ണൻ, TV രാജേഷ്, M രാജഗോപാലൻ എന്നിവരുടെ നിവേദനത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നെൽകൃഷിയിൽ 10ാം വർഷവും 100 മേനി കൊയ്ത് ചെറുകുന്ന് വെൽഫെയർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള നെൽകൃഷിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കൊയ്ത്തുത്സവമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വളരെ മാതൃകാപരമായ രീതിയിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം അധ്യാപകരുടെ എല്ലാം സഹായത്തോടുകൂടി വലിയ രീതിയിൽ നെൽകൃഷി ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. സ്കൂളിന് സമീപത്തെ പാടത്ത് ഇക്കുറിയും 100 മേനി വിളയിക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ചെറുകുന്ന് വെൽഫെയർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ.
അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും നാട്ടിലെ മുതിർന്ന കർഷകരുടെയും സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു. ചെറുകുന്ന് കൃഷിഭവനാണ് കൃഷിക്കാവശ്യമായ ജൈവയിനത്തിൽപ്പെട്ട വിത്ത് സൗജന്യമായി നൽകിയത്. മികച്ച രീതിയിൽ വിളവെടുപ്പുത്സവം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ വി മനോജ് കുമാർ പറഞ്ഞു. ഏതാണ്ട് 10 വർഷത്തോളമായി നമ്മുടെ സ്കൂള് കാർഷിക രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്, നെൽകൃഷിയുടെ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. PTയുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ വളരെ നല്ല മാതൃകാപരമായ സഹകരണവും സഹായവുമാണ് ഈ കൃഷിയുടെ പിന്നിലുള്ളത്. അബ്ദുറഹ്മാൻ ഹാജി, CCB സുധ, KP ശ്രീലത, അനിൽകുമാർ, T ഹരിദാസ്, ജനാർദ്ദനൻ, P ദീപ, വിജില തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെ നടക്കും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 29-ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. വിദ്യാർത്ഥികളെ 1ാം തരത്തിൽ പ്രവേശനം നേടിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റിയ വിദ്യാലയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ പ്രവർത്തകരെ സംബന്ധിച്ച്, ഒരു 75ാം വാർഷികത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് എന്തുകൊണ്ട് മാറിയിരിക്കുകയാണ്. മംഗലാപുരം രൂപതയുടെ ഭാഗമായി സൗത്ത് കാനറ ജില്ലയിൽ 1941 ഡിസംബർ 28-ന് 29 വിദ്യാർത്ഥികളും ഒരു അധ്യാപികയുമായി ആരംഭിച്ചതാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ. ഉദ്ഘാടന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഗുരുപൂജ, മാതൃസംഗമം, കലാകായിക മത്സരങ്ങൾ, വിദ്യാഭ്യാസ സെമിനാറുകൾ, സാംസ്കാരിക ഘോഷയാത്ര, മെഡിക്കൽ ക്യാമ്പ്, ചിത്രകാര സംഗമം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ 2016 ഒക്ടോബർ മുതൽ 2017 ഫെബ്രുവരി വരെ നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളാണ് നടക്കുക. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 29-ന് ശനിയാഴ്ച രാവിലെ 10:30-ന് കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സ്വാഗതം ആശംസിക്കും. തദ്ദേശ ഭരണ പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, രൂപതയിലെ വൈദിക ശ്രേഷ്ഠർ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ പ്രചരണാർത്ഥം ഒക്ടോബർ 26-ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടയോട്ടം സംഘടിപ്പിക്കും. ഒക്ടോബർ 28-ന് വെള്ളിയാഴ്ച 3 മണിക്ക് ടൗണിലൂടെ വിളംബര ഘോഷയാത്ര നടത്തും. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ആഗ്നസ് മാത്യു, ശ്രീനിവാസൻ മാസ്റ്റർ, ജോസഫ് തണ്ണിക്കോട്ട്, സുമതി PU, റഫീഖ് M, P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ദീപശിഖാ പ്രയാണം സ്കൂളിലെത്തി. ദീപശിഖാ പ്രയാണത്തിന് മുന്നോടിയായി കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. ജൂബിലി ആഘോഷ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 4 കേന്ദ്രങ്ങളിൽ നിന്നാണ് കൂട്ടയോട്ടം ആരംഭിച്ചത്. കായിക രംഗത്തെ പ്രമുഖർ, സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. തങ്കയമുക്ക്, ബീരിച്ചേരി ഗേറ്റ്, നടക്കാവ് നെരൂത പരിസരം, പേക്കടം, കാളീശ്വരം ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിൽ നിന്നാണ് കൂട്ടയോട്ടം ആരംഭിച്ചത്. വിവിധ വർണ്ണങ്ങളിലുള്ള ജേഴ്സി അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ അണിനിരന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച കൂട്ടയോട്ടത്തിന് ശേഷം നടന്ന ചടങ്ങിൽ ഫുട്ബോൾ താരം M സുരേഷ് ദീപശിഖ കൊളുത്തി. സംസ്ഥാന ജൂനിയർ ഫുട്ബോളിൽ റണ്ണേഴ്സപ്പായ ജില്ലാ ടീമിന്റെ ഗോൾ കീപ്പർ മുഹമ്മദ് സഹീന് ദീപശിഖ കൈമാറി. കണ്ണൂർ രൂപത ചാൻസലർ ഫാദർ റോയ് നെടുന്താനം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ ഇതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നാളിതുവരെ ഈ നാട്ടിലെ ജനങ്ങൾ ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സർവേശ്വരൻ ഇവരുടെ മുന്നോട്ടുള്ള ഈ വിദ്യാലയത്തിൻ്റെ ഒപ്പം ഇവിടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ K ശ്രീനിവാസൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ് മാത്യു, KV ഗോപാലൻ, MTP ഷഹീദ് എന്നിവർ സംസാരിച്ചു. ടൗൺ ചുറ്റി സ്കൂൾ അങ്കണത്തിലെത്തിച്ച ദീപശിഖ ജൂബിലി ആഘോഷ സമാപനമായ ഫെബ്രുവരി വരെ സ്കൂൾ അങ്കണത്തിൽ ജ്വലിപ്പിച്ചു നിർത്തും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ കാർട്ടൂൺ പ്രദർശനം സംഘടിപ്പിച്ചു. അലി ഹൈദർ എന്ന 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയുടെ കാർട്ടൂണുകളാണ് പ്രദർശിപ്പിച്ചത്. പയ്യന്നൂർ കോളേജ് യൂണിയന്റെയും പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയാണ് പ്രദർശനമൊരുക്കിയത്. രാഷ്ട്രീയം വിഷയമാക്കിയായിരുന്നു കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ചത്.
ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാൻ ജയരാജ് വെള്ളൂർ നിർവഹിച്ചു. കഴിഞ്ഞ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കാർട്ടൂൺ മത്സരത്തിൽ അലി ഹൈദർ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ എക്സിബിഷൻ ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മാഷന്മാരിൽ നിന്നും പിന്നെ കൂട്ടുകാരിൽ നിന്നും പിന്നെ യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ കോളേജ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ എക്സിബിഷൻ നമ്മളിങ്ങനെ നടത്തിയത്. തീവ്രവാദ ബന്ധം ആരോപിച്ച് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ മാർച്ച് നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പുറപ്പെട്ട മാർച്ച് IT സ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. തൃക്കരിപ്പൂർ ITയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക, കപട രാഷ്ട്രീയക്കാരുടെ പൊയ്മുഖം തിരിച്ചറിയുക തുടങ്ങിയ മുദ്രാവാക്യവുമായാണ് മാർച്ച് നടത്തിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പേക്കടം മണിയനോടി വഴി ITയിലെത്തിയതോടെ കാഞ്ഞങ്ങാട് DYSP, CI, SI തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാർച്ചിനെ തടഞ്ഞു. പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ തീർത്ത ബാരിക്കേഡ് തകർക്കാനുള്ള പ്രകടനക്കാരുടെ ശ്രമം അല്പനേരത്തേക്ക് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുവെങ്കിലും നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, മാങ്ങാട്ടുപറമ്പ്, കാസർഗോഡ് തുടങ്ങിയ ക്യാമ്പിൽ നിന്നുൾപ്പെടെ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് നടന്ന ഉപരോധ സമരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒട്ടനവധി വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആളുകളെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളാക്കി വിദ്യാലയങ്ങളെ അധപതിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രസ്നേഹികളെ, രാജ്യസ്നേഹികളെ സൃഷ്ടിക്കേണ്ട വിദ്യാലയങ്ങൾ എന്തുകൊണ്ടാണ് രാഷ്ട്രദ്രോഹികളെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്? BJP ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻ കൊടവലം, ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വാമനാചാര്യ, ജനറൽ സെക്രട്ടറി TV ഷിബിൻ, RSS താലൂക്ക് കാര്യവാഹക് ഹരീഷ്, രഘുറാം കാളിയങ്ങാട്, M ഭാസ്കരൻ, PV രൂപേഷ്, ലോഹിതാക്ഷൻ, രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുഞ്ചക്കാട് മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലെ പൈപ്പുകൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതർ അടിച്ചു തകർത്തു. ക്ഷേത്രം ഭാരവാഹികൾ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലെ വാട്ടർ ടാപ്പുകളടക്കം അടിച്ചു തകർത്തത്. പരിസരവാസികളാണ് വിവരമറിയിച്ചത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പൊട്ടിക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു മിനിയാന്നാൾ. ആ കല്യാണം കഴിഞ്ഞൊന്ന് രാത്രി തന്നെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചെറുങ്ങനെ ഇങ്ങനെ സംഭവിക്കലുണ്ട്. എന്നതിൻ്റെ കാരണം ആരാന്നതിൻ്റെ പിന്നിലൊന്നും മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി ഇവർ പറയുന്നു. മുസ്ലിം നേതാക്കൾക്കെതിരെയുള്ള ഗൂഢനീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ഹാഷിം അരിയിൽ പ്രഭാഷണം നടത്തി. ദീർഘനാളായി മുസ്ലിം സ്ഥാപനങ്ങൾക്കും നേതാക്കൾക്കുമെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു. ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സ്ഥാപനങ്ങൾക്കും നേതാക്കൾക്കുമെതിരെ നടക്കുന്ന ആരോപണങ്ങളെയും ഗൂഢനീക്കങ്ങളെയും അപലപിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളും യൂത്ത് ലീഗ് നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചതോടെ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ കാസർഗോഡ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഹാഷിം അരിയിൽ ആനുകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തി. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പണ്ട് കാലങ്ങളിൽ. അടുത്ത കാലത്ത് ചിലരൊക്കെ ഇത് മുതലെടുക്കാൻ ശ്രമിക്കും. ലോകത്ത് എവിടെ ഒരു പൊട്ടാസ് പൊട്ടിയാലും അതിന്റെ പേരിൽ ഒരു മുസ്ലിമിന്റെ പേരാണെങ്കിൽ അത് തീവ്രവാദം, ഭീകരവാദം, വർഗീയവാദം, ഹവാല എന്നൊക്കെ കേൾക്കാം. ഇതല്ലാത്തത് വന്നാലോ ഇവിടെ ഒരു പ്രശ്നമില്ല.
ഞങ്ങൾ സച്ചാർ സമിതി പറഞ്ഞതുപോലെ ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു ഗതികേട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കുഞ്ഞാമദിന്റെ അധ്യക്ഷതയിൽ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. VK ബാവ, അഡ്വക്കേറ്റ് MDP ഖരീം, സത്താർ മണിയനൊടി, M അബ്ദുൽ സലാം, ഷുഹൈബ്, ഫായിസ് ബീരിച്ചേരി, VPM ഷംസുദ്ദീൻ, TV കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരിങ്ങോത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കുന്നതിന് 25 കോടി രൂപയുടെ ഭരണാനുമതിയായി. സി കൃഷ്ണൻ MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. സി കൃഷ്ണൻ MLA നൽകിയ നിവേദനത്തിലാണ് പെരിങ്ങോത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചത്. കിഫ്ബിയിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളതെന്ന് മന്ത്രി AK ബാലൻ നിയമസഭയിൽ അറിയിച്ചു. സ്കൂൾ കെട്ടിടം, ക്വാർട്ടേഴ്സ്, ഹോസ്റ്റൽ എന്നിവയാണ് നിർമ്മിക്കുന്നത്. KP നഗറിനു സമീപം കരിന്തടത്തിൽ 4.05 ഹെക്ടർ സ്ഥലത്താണ് സ്കൂൾ നിർമ്മിക്കുന്നത്. പെരിങ്ങോം ഗവൺമെന്റ് IT, ഫയർ സ്റ്റേഷൻ എന്നിവയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് നേരത്തെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ബാലസംഘം കോറം വെസ്റ്റ് വില്ലേജ് തല അംഗത്വ വിതരണോദ്ഘാടനം മുടത്തറ ഗോവിന്ദൻ നമ്പ്യാർ വായനശാലയിൽ നടന്നു. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് സന്തോഷ് പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പോകുന്നതിന് ശരിക്കുള്ള കാരണം എന്ന് പറയുന്നത് ബാലസംഘം പോലുള്ള മികച്ച രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന സംഘടനകളിലേക്ക് കുട്ടികളുടെ വരവ് ഇല്ലാതാകുമ്പോഴാണ്. ശരത്ത് അധ്യക്ഷനായി. നാഷണൽ ഗെയിംസിൽ സ്കിപ്പിംഗിൽ സിൽവർ മെഡൽ നേടിയ സിനു ദാമോദരൻ, ടെലിവിഷൻ ബാലതാരങ്ങളായ നിതീഷ്, അക്ഷയ് എന്നിവർ അംഗത്വം ഏറ്റുവാങ്ങി. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സമ്മേളനം നവംബറിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന്റെ ഫണ്ട് ശേഖരണോദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി 9ാം സംസ്ഥാന സമ്മേളനം 2016 നവംബർ 12 മുതൽ 14 വരെ കണ്ണൂരിൽ നടക്കുകയാണ്. വ്യാപാര മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നടക്കുന്നതെന്ന പ്രത്യേകതയും ഇത്തവണത്തെ സമ്മേളനത്തിനുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള ഫണ്ട് സമാഹരണോദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന ട്രഷറർ അബ്ദുള്ള കോയ ഫണ്ട് സമാഹരണോദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരവുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെയേറെ പ്രയാസപ്പെടുന്ന സമയമാണ്. ജനപ്രതിനിധി ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന UK ഗവൺമെൻറ് ആയാലും ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് ആയാലും ഏറ്റവും ജനവിരുദ്ധ നയങ്ങളാണ്. ജില്ലാ പ്രസിഡന്റ് ചാക്കോ മുല്ലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഹമീദ് ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ഏരിയ സെക്രട്ടറി P വിനയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭക്തിയുടെ നിറവിൽ ചെങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഭൂമിയിൽ ഭക്തജനങ്ങൾക്ക് അമ്മയായും അല്ലാത്തവർക്ക് കാളരാത്രിയായും കുഷ്ഠം, വസൂരി, വിഷസൂചിക മുതലായ മാരകരോഗങ്ങൾക്ക് കാട്ടുതീയായും ശിഷ്ടജനങ്ങളെ പരിരക്ഷിച്ചുകൊള്ളുവാനാണ് ശ്രീ പുതിയ ഭഗവതി അവതരിച്ചിട്ടുള്ളത്. പുതിയ ഭഗവതിയുടെ അനുഗ്രഹം ദിവ്യതയിലേക്ക് ഉയർന്ന് ചെങ്ങൽ കുണ്ടത്തൻകാവ് പ്രദേശത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടി വർഷം തോറും ഭഗവതി സേവ നടത്തിവരുന്നു. ഇതാണ് പൊങ്കാല എന്ന തിരുകർമ്മം കൊണ്ട് ചെയ്യുന്നത്. വ്രതശുദ്ധിയോടെ സ്ത്രീകൾ ഉണക്കലരി, മൺകലം, ചിരട്ടക്കയിൽ എന്നിവ കൊണ്ടുവന്ന പൊങ്കാല നിവേദ്യമുണ്ടാക്കി ഭഗവതിക്ക് സമർപ്പിക്കുന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കാൻ കുണ്ടത്തിൻകാവിൽ എത്തിച്ചേർന്നത്. കുറേ വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പുതിയ തുടങ്ങിയ പൊങ്കാലയാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ കാലം കൊണ്ടുവന്നു. കാവ് നമുക്ക് അരി തന്നു. അതുകൊണ്ട് ഇവിടെ പൊങ്കാല നമ്മൾ കത്തിച്ച് വേവിച്ചിട്ട് ഇവിടെ വെച്ച് കുറിയിട്ട് നമ്മൾ പോയിട്ട് കൊണ്ടുപോകുന്നു. ദേവിക്ക് സമർപ്പിച്ചിട്ട് നമുക്ക് ആചാരം മുടങ്ങിക്കിടക്കുന്നതാണ്. ഇപ്പം പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം തുടങ്ങുകയും നെല്ല് അവരെന്നെ കൊണ്ടുവന്നു അരിയാക്കി നാട്ടുകാർക്ക് കൊടുക്കുകയും ഈ വർഷം പെട്ടെന്നായതുകൊണ്ട് എല്ലാവരും അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നാലും ഭൂരിപക്ഷം ആൾക്കാർ ഈ പൊങ്കാലയ്ക്ക് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. KT മനോഹരൻ, P മനോഹരൻ, മാങ്കിൽ കോരനെമ്പ്രോൻ, ബാലൻ വെളിച്ചപ്പാട്, K ശ്രീജ, കാർത്യായനി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. 10ാം ഉദിനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. 40 വർഷത്തിനു ശേഷമാണ് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നത്. സമീപ പ്രദേശത്തെ 50ഓളം സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. മടയിൽ ചാമുണ്ടേശ്വരി അമ്മയ്ക്കാണ് സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പ്രശസ്ത ചിത്രകാരനായിരുന്ന കലാലയ ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി കേരള ചിത്രകലാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രോത്സവം സംഘടിപ്പിക്കുന്നു. ചിത്രോത്സവം ഒക്ടോബർ 30 ഞായറാഴ്ച പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. പ്രശസ്ത ചിത്രകാരനായിരുന്ന അന്തരിച്ച കലാലയ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി 8ാമത് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രോത്സവം നടത്തുന്നു. LP, UP, LKG, UKG, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജലച്ഛായ ചിത്രരചനാ മത്സരമാണ് നടത്തുന്നത്. ഒക്ടോബർ 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലായിരിക്കും മത്സരം നടക്കുക. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചിത്രകാരൻ KK മാരാർ മത്സരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് അനുസ്മരണ പരിപാടി നടക്കും. മുൻ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ GD നായർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചിത്രകലാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഹരീന്ദ്രൻ ചാലാട് അധ്യക്ഷത വഹിക്കും. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി പൊന്നം ചന്ദ്രൻ സമ്മാനദാനം നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിനോദ് പയ്യന്നൂർ, KKR വെങ്ങര, പീറ്റർ കൊടക്കാട്, സൈമൺ പയ്യന്നൂർ, അരുൺകുമാർ, കലേഷ് കലാലയ, റോഷ്നി വിനോദ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതാഴം രാഘവപുരം ശ്രീ ഹനുമാനമ്പലം ക്ഷേത്രത്തിൽ പൂജാസമയങ്ങളിലും നട തുറക്കൽ അടയ്ക്കൽ സമയങ്ങളിലും ഒക്ടോബർ 27 വെള്ളിയാഴ്ച മുതൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാലാണ് സമയമാറ്റമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാലാണ് ക്ഷേത്ര ചടങ്ങുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. മാസങ്ങളായി നടന്നുവരുന്ന നവീകരണ പ്രവൃത്തിയിൽ ക്ഷേത്രത്തിനകത്ത് തിരുമുറ്റം കരിങ്കൽ പാകലാണ് ഇനി നടക്കാനുള്ളത്. ഈ പ്രവൃത്തി വ്യാഴാഴ്ചയോടെ ആരംഭിക്കുന്നതിനാൽ രാവിലെ 10 മണിക്ക് പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നടയടക്കും. എന്നാൽ ഞായറാഴ്ചയും വൈകുന്നേരങ്ങളിലും സമയക്രമത്തിൽ മാറ്റമില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മണിയോടുകൂടി പൂജാതി കാര്യങ്ങൾ അവസാനിപ്പിച്ച് പ്രവൃത്തിക്കാർക്കായി ക്ഷേത്രം വിട്ടുകൊടുക്കുകയാണ്. തുടർന്നുള്ള വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും മാറ്റങ്ങളൊന്നുമില്ലാതെ പതിവ് പോലെ പൂജാതി കർമ്മങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും. ശ്രീരാമ ഹനുവൽ സേവാസമിതിയുടെ നേതൃത്വത്തിൽ 1.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിയാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കായിക പരിശീലനം. രാജൻ ബ്രദേഴ്സ് കുഞ്ഞിമംഗലത്തിന്റെ നേതൃത്വത്തിലാണ് 1 മാസക്കാലമായി പരിശീലനം നൽകി വരുന്നത്. കുട്ടികളിലെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 1 മാസക്കാലമായി സൗജന്യ കായിക പരിശീലനം നടത്തിവരുന്നത്. രാജൻ ബ്രദേഴ്സ് കുഞ്ഞിമംഗലത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് പരിശീലനം. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 100-ലധികം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. കായിക പരിശീലനം, വോളിബോൾ കോച്ചിംഗ്, സ്വിമ്മിംഗ് തുടങ്ങിയ മേഖലകളിലും രാജൻ ബ്രദേഴ്സ് പരിശീലനം നൽകി വരുന്നുണ്ട്. പരിശീലനത്തിന് സ്കൂൾ HM അബ്ദുൾ അഫീൽ, മുരളി മാസ്റ്റർ, രമേശൻ മാസ്റ്റർ, കരുണാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. പയ്യന്നൂർ കേളോത്ത് ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രം കരിപ്പത്ത് കളരി പുനരുദ്ധാരണ കട്ടിളവെപ്പ് വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. ശബ്ദമലിനീകരണം വ്യാപകമാകുന്നു. എയർ ഹോണുകൾ നിയന്ത്രിക്കാൻ നടപടിയില്ല. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം ഇന്നത്തെ മാറ്റുലിയിൽ. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലും ഇത്ര ഡെസിമൽ സൗണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചെകിടടപ്പിക്കുന്ന ശബ്ദ കോലാഹലവുമായിട്ടാണ് പല അനൗൺസ്മെൻറ്റും വരുന്നത്. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ ശബ്ദം കൊണ്ട് തന്നെ എത്ര വിഷമകരമായ അവസ്ഥയിലാണ് പോകുന്നതെന്ന് ആരും തന്നെ പരാതിപ്പെടാറില്ല. കാരണം ഏതൊരാളും പരസ്പര പൂരകമായി വരുന്ന ഈ അനൗൺസ്മെൻറ്റുകൾ പരസ്പര പരാതിപ്പെടാൻ ആരും തയ്യാറാവുന്നില്ല. പോലീസ് അധികാരികളാണെങ്കിൽ അവരോട് പെർമിഷൻ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ഡെസിമൽ എന്നുള്ള രീതിയിലായിരിക്കും വാങ്ങിക്കുന്നത്.
അതിനുശേഷമാണ് ആ മൈക്കിൻ്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ട് ജനങ്ങളെ ശ്രദ്ധിക്കപ്പെടുമെന്ന് തോന്നുന്നു. പരിസ്ഥിതി മലിനീകരണം, വായു മലിനീകരണം, മണ്ണ് മലിനീകരണം ഒക്കെ പോലെ തന്നെ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് ശബ്ദ മലിനീകരണം. മനുഷ്യൻ്റെ ആധുനിക വികസന സങ്കല്പങ്ങളുടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യാഘാതത്തിൻ്റെ ഒരു ഫലമായി ശബ്ദ മലിനീകരണം കൂടി ഭാവിയിൽ നമുക്ക് സംജാതമാകാൻ പോവുകയാണ്. കാരണം നമ്മളുടെ വികസനം എന്ന് പറയുന്നത് കൂടുതൽ യന്ത്രവൽകൃതമായ ഒരു സമൂഹത്തിലേക്ക്, നമ്മുടെ ശാസ്ത്രീയമായ വികസന കാഴ്ചപ്പാട് മറന്നുകൊണ്ട് യന്ത്രവൽകൃതമായ ഒരു ലോകത്തിലേക്കാണ് കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എയർ ഹോൺ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. 20,000 ഹെഡ്സിന് മുകളിലുള്ള ഒരു ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ ഇയർ ഡ്രമ്മിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് പോലെയുള്ള ബൈക്കുകൾക്ക് അവയുടെ ശബ്ദം പോലും നമ്മുടെ ഇയർ ഡ്രമ്മിനെ ഒരുപാട് സാരമായിട്ട് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് എന്തായാലും നല്ലൊരു അവബോധം യുവാക്കൾക്കിടയിലേക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കേരളത്തിൽ ഇന്ന് പ്രൈവറ്റ് ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എയർ ഹോൺ. ഈ എയർ ഹോൺ എന്ന് വെച്ചാൽ ശബ്ദ മലിനീകരണം ഏറ്റവും വലിയ മുസീബത്താകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. റോഡ് സൈഡിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് അവർ പരക്കം ഓൺ അടിച്ചുകൊണ്ട് പോയത്. ഇവിടെ നമ്മൾ ഈ നാട്ടിൽ നിയമങ്ങളുണ്ട്, പക്ഷേ നിയമങ്ങൾ ആർട്ടോ പ്രാബല്യത്തിൽ വരുത്തുന്നില്ല. ഇപ്പോൾ പോലീസുകാർ വെറും ഹെൽമെറ്റ് വേട്ട മാത്രം അതിൻ്റെ ബാക്കിൽ പോയാനും ചെറിയ ചെറുപ്പക്കാരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നല്ലാണ്ട് എയർ ഹോണിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ബസ്സുകാരെ മരണപ്പാച്ചിലും. എയർ ഹോൺ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് എയർ ഹോൺ ഇവിടെ വെച്ച് പിടിപ്പിച്ച ബൈക്കുകൾ കൂടുതലായി ബൈക്കുകളാണ്. ഇവിടെ തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടവിടെ തന്നെ ഉണ്ട്, റോഡിൻ്റെ തൊട്ടടുത്ത്. പക്ഷേ എയർ ഹോണില്ല ഒരു പ്രശ്നം ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇവിടെ ഷോപ്പിൽ ഉള്ള വ്യാപാരികൾക്ക് തന്നെ എയർ ഹോൺ കാരണം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വ്യാപാരികൾക്ക് മാത്രമല്ല, ബാക്കി വാഹനങ്ങൾ സാധാരണക്കാർക്ക്, സാധാരണ നോർമൽ ഒരു വണ്ടിക്കാർക്ക് വരെ എയർ ഹോൺ കാരണം അവരുടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ട്. ശബ്ദമലിനീകരണം പ്രധാനമായിട്ടും രണ്ട് രീതികളിലാണ്. ഒന്ന് വാഹനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മറ്റൊന്ന് നമ്മുടെ മൈക്ക് സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൈക്ക് സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ശബ്ദമലിനീകരണം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ അളവ് ഏറെ കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ വലിയ ശബ്ദത്തിലുള്ള ഓണുകളും അതുപോലെ ഇതിൻ്റെ സൈലൻസർ ഫിറ്റ് ചെയ്യാതെ വലിയ ശബ്ദത്തോടു കൂടി വാഹനങ്ങൾ ഓടിക്കുന്ന പുതിയ തലമുറയുടെ ഈ വാഹനഹരവുമൊക്കെ നഗരങ്ങളിൽ വലിയ തോതിലുള്ള ശബ്ദമലിനീകരണം സാധാരണ ജനങ്ങൾക്കും അതേപോലെ സ്ഥാപനങ്ങൾക്കും ഒക്കെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ശബ്ദമലിനീകരണം ഇന്ന് നഗരങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എയറോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയറോണ് ഭയങ്കരമായ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത്. നമ്മുടെ ടൗണുകളിലൊക്കെ ജനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഈ ഹോസ്പിറ്റലിൽ അതുപോലെ ഈ രോഗികൾക്കെല്ലാം ഭയങ്കര പെട്ടെന്ന് അതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ പോലീസുകാർ ഈ ഹെൽമെറ്റ് വേട്ട മാത്രം നോക്കാൻ പറ്റില്ല, ഇടയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു പരിശോധന കർശനമാക്കി തന്നെ കുറയുന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒന്നാമത് കടകളിൽ ഇരിക്കുന്ന നമ്മൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനെ നിർത്തലാക്കണം എന്നുള്ളതാണ് അതായത് നമുക്ക് ഇതിൻ്റെ അധികാരികളോട് പറയാനുള്ളത്. കാരണം ഇന്ന് റോഡുകളിൽ ഒരുപാട് കണ്ടമാന വാഹനങ്ങളുണ്ട്. അത് പല വിധത്തിലും പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDS പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പോൾ പയ്യന്നൂർ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണവും ഗാനസന്ധിയും ഒക്ടോബർ 27 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ഷേണായി ടൗൺ സ്ക്വയറിൽ നടക്കും. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നവംബർ 4 മുതൽ 13 വരെ നടക്കും. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല ജനറൽ ബോഡി യോഗവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഒക്ടോബർ 27 ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒക്ടോബർ 29 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പയ്യന്നൂർ കേളോത്ത് കൈരളി റോഡിലുള്ള മാരിയോ ക്രാഫ്റ്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ഏകദിന ക്ലേ മോഡലിംഗ് ശില്പശാല നടത്തുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ 8086853100 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യുക. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നെറ്റ്വർക്ക് ചാനൽ വാർത്താ ഫലം കണ്ടു. ചെറുപുഴ പെരിങ്ങോം റോഡിൽ മെക്കാഡം ടാറിംഗ് പ്രവർത്തനം 28 ആരംഭിക്കും.
പയ്യന്നൂർ സ്പോർട്സ് ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ കായിക പ്രതിഭാ പുരസ്കാരത്തിന് ഒളിമ്പ്യൻ OP ജയ്ഷ അർഹയായി. കായിക രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. തുലാപ്പത്ത് പിറന്നു, ചിലമ്പൊലി ഉണർന്നു. ഉത്തര മലബാറിൽ ഇനി കളിയാട്ടക്കാലം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കമ്മാളി ക്വാറിയെ എതിർത്തും അനുകൂലിച്ചും നാട്ടുകാർ. പ്രശ്നത്തിൽ ഒക്ടോബർ 30 പ്രത്യേക ഗ്രാമസഭ. തീവ്രവാദ ബന്ധം ആരോപിച്ച് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ മാർച്ച്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. നമസ്കാരം.